നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് പൂർണിമയുടെ ഡോക്ടർ ചോദിച്ചു, അല്ല നിങ്ങളുടെ മോൾക്ക് എന്തേലും മാനസിക പ്രശ്നം ഉണ്ടോന്ന്. അത് കേട്ടപ്പോ പൂർണിമ ഞെട്ടി. പെട്ടെന്ന് പൂർണിമ വെച്ച്, എന്താ ഡോക്ടറെ, എന്റെ മോൾക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലാത്താന്ന് പറഞ്ഞു. അല്ല, നിങ്ങളുടെ മോൾ ഇപ്പൊ സ്വഭാവത്തോടു കൂടിയൊന്നും അല്ല സംസാരിക്കുന്നേ. അവർക്ക് അവളുടെ കുഞ്ഞിനെ വേണ്ടെന്നാ പറയണേ. അതിന് കാരണം എന്താന്ന് എനിക്കറിയില്ലാത്ത. സാധാരണഗതിയില് പ്രഗ്നൻസി ടൈമില് സ്ത്രീകൾക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോ കുഞ്ഞുങ്ങളെ വേണ്ടാന്നൊക്കെ അവര് ചിലപ്പോൾ മനസ്സിൽ ചിന്തിക്കും. കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് മറ്റുള്ളവർക്കൊക്കെയുള്ള സ്നേഹം കാര്യങ്ങളൊക്കെ കുറയുമെന്നൊരു ചിന്തയൊക്കെ കാണും. പക്ഷെ പ്രസവിച്ചു കഴിഞ്ഞ് കുഞ്ഞിന്റെ മുഖം കണ്ടു കഴിയുമ്പോഴത്തേനും അതൊക്കെ അങ്ങോട്ട് മാറും. പിന്നെ അവരുടെ ജീവനായിരിക്കും ആ കുഞ്ഞ്. ഇവിടെ പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പോലും ഋതു സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പൂർണ്ണം പറഞ്ഞു, ഡോക്ടറെ അവൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, അതെ, അവൾക്ക് ഈ കുഞ്ഞിനെ വേണമെന്നില്ലായിരുന്നു ഡോക്ടറെ. ഇതിനെ അബോർട്ട് ചെയ്ത് കളയാനായിട്ടായിരുന്നു അവളെ തീരുമാനിച്ചിരുന്നത്. അപ്പൊ അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതിന് മെഡിസിനും കാര്യങ്ങളൊക്കെ അവള് കഴിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഹൈപ്പർ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, അല്ല അതിന് കാരണം എന്താ? എന്തെങ്കിലും ഒരു കാരണം ഇല്ലാതിരിക്കില്ലോ എന്ന് പറഞ്ഞു. പൂർണ്ണിമ നിന്നുരുക്കുവാണ്, എന്തോ മറുപടി പറയണം നടത്തില്ല. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, അത് പിന്നെ ഡോക്ടറെ, ഋതുവിന്റെ ഭർത്താവും തമ്മിൽ അത്ര നല്ല ചർച്ചയിലല്ല. കാരണം അവർ തമ്മിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞിനോട് താല്പര്യമില്ലാത്ത. തനിക്ക് ഈ കുഞ്ഞിനെ ഒന്നും വേണ്ടാന്ന് ഋതു പറയുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ മതിയാവുള്ളൂ. അവര് കുഞ്ഞിനെ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തില് കുഞ്ഞിനെ നോക്കാനായിട്ട് ആരെങ്കിലും തയ്യാറാവണം. അപ്പോഴേക്കും പൂർണ്ണം പറഞ്ഞു, ഞങ്ങൾ നോക്കിക്കോളാം ഡോക്ടറെ എന്ന് പറഞ്ഞു. അങ്ങനെ വെറുതെ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പൂർണ്ണ ഉത്തരവാദിത്തോടെ ആ കുഞ്ഞിനെ നോക്കണം. അത്ര എളുപ്പമുള്ള കാര്യമല്ലത്. ഇത്ര ഇല്ലാത്തൊരു കുഞ്ഞു വെച്ചാ പോരാത്തന് പ്രീമച്ചർ ബേബിയാണ്. അപ്പൊ അതിനെ നോക്കാന്ന് പറഞ്ഞാല് രാവും പകലും ഉറക്കളച്ചൊക്കെയാണ് ചിലപ്പോൾ നോക്കേണ്ടതായിട്ട് വരും. അത് ഇത്ര റിസ്ക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, അതൊന്നും എനിക്ക് പ്രശ്നമില്ല ഡോക്ടറെ, ഞാൻ നോക്കിക്കോളാം. എന്റെ മോളെ പോലെ ഞാൻ അവളെ വളർത്തിക്കോളാന്ന് പറഞ്ഞു. ഡോക്ടർ അവളുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ ശരി, എനിക്ക് പ്രശ്നമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ഇന്ദ്രൻ പറഞ്ഞു, കണ്ടില്ല അവളുടെ അഹങ്കാരം. സ്വന്തം കുഞ്ഞിനെ പോലും നോക്കാനായിട്ട് അവൾക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, മിണ്ടരുത് നിങ്ങള്, എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റ ഒരാളാ. നിങ്ങൾ മര്യാദക്കായിരുന്നെങ്കിൽ ഋതു ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നല്ലോ. സ്നേഹം കൊടുക്കേണ്ടതിന് പകരം ഇപ്പൊ നിങ്ങൾ ഋതുവിനെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ടല്ലോ. പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഋതുവിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? അവളെ കരുതലോടെ സ്നേഹിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തിനേറെ പറയുന്നു, അവളുടെ വയറ്റി വളരുന്ന നിങ്ങളുടെ കുഞ്ഞിനെ ഒരിക്കൽ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ടിപ്പം വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് അച്ചു ദേഷ്യപ്പെടുക. അപ്പോഴേക്കും പൂർണ്ണം പറഞ്ഞു, അച്ചു നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അതെ, ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. ഞാൻ എന്തായാലും പറഞ്ഞാണല്ലോ പ്രശ്നം. ഞാൻ ഇനിയൊന്നും പറയുന്നില്ല എന്നൊക്കെ ദേഷ്യത്തോടെ അച്ചു പറഞ്ഞു. ആ സമയത്ത് നേഴ്സ് വന്നിട്ട് പല്ലവിയെ വിളിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പല്ലവിയെ നേരെ ഋതുവിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുഞ്ഞവിടെ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. ഒടുവില് കുഞ്ഞിനെ പല്ലവി എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. ആ സമയത്ത് അത് അമ്മിഞ്ഞപ്പാലിന് വേണ്ടി തപ്പുക. എന്ത് ചെയ്യാൻ പറ്റും? ഋതു ഫീഡ് ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഒടുവില് ഋതുവിന്റെ അടുത്ത് എന്ന് പല്ലവി സംസാരിക്കുന്നുണ്ട്. എന്താ ഋതു, നീ ഇങ്ങനെ ഒന്നും ചെയ്യരുത്. കാരണം നിന്റെ കുഞ്ഞാണിത്, നിന്റെ ചോരയാണ്. അപ്പൊ നീ ഇതിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയല്ലേ ചെയ്യണ്ടേ? അതിന് പകരം നീ എന്തിനാ ഇങ്ങനെ എന്നെ ഒഴിവാക്കണം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഋതു പറഞ്ഞു, പല്ലവി ആ കുഞ്ഞിനെ ഒന്ന് മാറ്റിക്കൊണ്ടുപോ, ആ നാശം പിടിച്ചേനെ. എനിക്കതിന്റെ ശബ്ദം കേൾക്കണ്ട. അതിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, ഒരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ട്. അതിനെ മാറ്റിക്കൊണ്ടു പോകാൻ പറഞ്ഞു. നീ എന്താ ഋതു ഇങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ കുഞ്ഞിനെ കാണണ്ടെന്ന്. ഋതുവിന് ഭയങ്കര ദേഷ്യമായിരുന്നു. ആ സമയം പല്ലവിക്ക് സങ്കടമായി. എന്ത് ചെയ്യാൻ പറ്റും? അവളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. കാരണം കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും അവള് സമ്മതിക്കുന്നില്ല. ഒടുവിൽ പാല് ബോട്ടിലാക്കി കൊടുക്കാന്ന് ഋതു സമ്മതിച്ചു. അത്രയെങ്കിലും ചെയ്തു വരുവാണെങ്കിൽ അതെങ്കിലും മതിയെന്നായി പല്ലവിക്ക്. കാരണം കുഞ്ഞിനെ കുടിപ്പിച്ചാൽ മതിയല്ലോ. എന്താണെങ്കിലും അവള് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഫീഡ് ചെയ്യില്ലെന്നുള്ള കാര്യം ഉറപ്പായി. അങ്ങനെ ബോട്ടിലാക്കി കൊടുക്കാന്നെങ്കിലും സംഭവിച്ചു. അങ്ങനെ പല്ലവി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിനെ കൊഞ്ചിക്കുകയാണ്. കരയണ സമയത്ത് പല്ലവിയുടെ നെഞ്ചിലെ ചൂടാണ് അത് ഏൽക്കുന്നത്. പല്ലവി അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം ഒരു ചോരക്കുഞ്ഞാണ്, ഇവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഇന്നല്ലെങ്കിൽ നാളെ ഋതുവിനൊരു മനസ്സുമാറ്റം ഉണ്ടാവും. ഋതു കുഞ്ഞിനെ സ്നേഹിക്കും, അതിനെ കൊഞ്ചിക്കും എന്നൊരു ചിന്ത. അതുവരെ താൻ ഇവളെ സംരക്ഷിച്ചേ മതിയാവുള്ളൂ.
എന്നൊക്കെ പല്ലവി ഇങ്ങനെ മനസ്സിൽ കരുതി. ഇതേ സമയത്ത് സ്വാതിയും അഖിലും ഹോസ്പിറ്റലിലേക്ക് വരുവാണ് കുഞ്ഞിനെ കാണാനായിട്ട്. അപ്പൊ അത് അഖിലിന്റെ ഒരു തന്ത്രമായിരുന്നു. ഒരു പക്ഷെ സ്വാതിയോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് വരുവാണെങ്കിൽ മാധവന്റെ കുടുംബത്തിലുള്ളവരെയൊക്കെ പരിചയപ്പെടാം. ഒരുപക്ഷെ ആ പരിചയത്തിലൂടെ തനിക്ക് പല വിവരങ്ങളും കിട്ടും എന്നൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് അഖില് വളരെ തന്ത്രപരമായിട്ട് സ്വാതിയെ സ്വാധീനിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അങ്ങനെ അവര് ഹോസ്പിറ്റലിലെ കോമ്പൗണ്ടിന്റെ അവിടെ പാർക്കിംഗ് ഏരിയ കൊണ്ടുവന്ന് തന്റെ ബുള്ളറ്റ് പാർക്ക് ചെയ്യുകയാണ് അഖില. ആ സമയത്താണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത്. സേതു വന്ന് അവരോട് അങ്ങോട്ട് വരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ആ കാഴ്ച കാണുന്നത്. അഖിലിന്റെ ബൈക്കിന്റെ പിന്നിൽ നിന്ന് സ്വാതി ഇറങ്ങുന്നു. ഇവനേതാ എന്നൊരു ചിന്ത. സ്വാതി ആ ബൈക്കിനാണല്ലോ വന്നിരിക്കുന്നത്. ഒരു പക്ഷേങ്കില് തനിക്ക് ഒരു അജ്ഞാത ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നേ അവനാണോ ഇവന് ഒരു ജോലിയും കൂലി ഇല്ലാതെ തേരാപാരം നടക്കുന്നേ. ചിലപ്പോ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. കാരണം ഇവനെ ഒന്ന് കാണണമെന്ന് കരുതിയൊക്കെ ഇരിക്കുമായിരുന്നു. ഒടുവില് സ്വാതിയും അഖിലും കൂടെ അങ്ങനെ സംസാരിച്ച് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പൊ ഇവള് കുഞ്ഞിനെ കാണാനായിട്ട് വന്നിരിക്കുക. കൂടെ ഇവനും ഉണ്ട്. ഇവനെ വിളിച്ചോണ്ടാ വന്നിരിക്കുന്നത്. ഇവർ തമ്മിൽ അത്ര അടുപ്പമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അവൻ എന്താ ഏതാ എങ്ങനെയെന്നൊക്കെ അറിയണം എന്നൊക്കെ ഒരു തീരുമാനത്തില് എന്ത് ചെയ്തു, സേതു ആ പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ ഒടുവില് അവരങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോ പൂർണിമ, അച്ചു എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സാദിക്ക് ഭയങ്കര സന്തോഷമായി. സാദി പിന്നീട് പോയി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അഖിലിനെ പരിചയപ്പെടുത്തുന്നത്. ഇത് അഖില് എന്റെ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അച്ചു ഒന്ന് നോക്കി. കാണാനൊക്കെ കൊള്ളാം അയാളെ. ആ സമയത്താണ് കുഞ്ഞിനെ കൊണ്ട് പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത്. പല്ലവിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ മേടിച്ച് കൊഞ്ചിക്കുന്നൊക്കെയുണ്ട് സ്വാതി. അതിനുശേഷം പല്ലവിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതകില് എന്റെ ഫ്രണ്ടാന്നൊക്കെ പറയണം. അപ്പോഴേക്കും പല്ലവി വെച്ചു, ഏത് ഫ്രണ്ട്? ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ പല്ലവിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അഖില് വെച്ചു, അല്ല പല്ലവേച്ചി അല്ലേന്ന് ചോദിച്ചു. അല്ല, അതെ, എങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്കറിയാം. സ്വാതി എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും അറിയാന്നൊക്കെ പറഞ്ഞു. പൂർണിമയെ അവരെല്ലാരും പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു അഖില. കാരണം ആ കുടുംബത്തിലുള്ള ഓരോരുത്തരെ കുറിച്ചൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അവരെ നേരിട്ട് കണ്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് സേതുവിന്റെ വരവ്. സേതു വന്നു കഴിഞ്ഞപ്പോ സേതുവിനെ പരിചയപ്പെടുത്തുകൊണ്ട് സ്വാതി പിന്നീട് സേതുവിനോട് പറഞ്ഞു, സേതുവേട്ടാ ഇതെന്റെ ഫ്രണ്ട് അഖിൽ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സേതു അടിമുടിയെന്ന് നോക്കിയിട്ട് ചോദിച്ചു, അല്ല അഖിലിന്റെ വീട് എവിടെയാന്നൊക്കെ ചോദിച്ചു. അഖിൽ ആദ്യം ഒന്ന് അമ്പരന്നു. പിന്നീട് കാര്യങ്ങളൊക്കെ പറയണ, കള്ളത്തരമാണ് മൊത്തം പറയണേ. യഥാർത്ഥ ജോലിയും കാര്യങ്ങളും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളൂല്ലോ. ഒടുവില് സേതുവിന് മനസ്സിലായി ഇവര് തമ്മിൽ എന്തൊക്കെയോ ഒരു ബന്ധങ്ങളുണ്ട്. ഒരുപക്ഷെ അജ്ഞാതം പറഞ്ഞ പോലെയുള്ള ബന്ധമാണോ, ഇവനൊരു പക്കാ ഫ്രോഡാണോ, തന്റെ പെങ്ങളെ ഇവനെ അങ്ങനെ വല വീശി പിടിച്ചിരിക്കുവാണോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായി. ഇത്തിരി കഴിഞ്ഞപ്പോ സേതു സ്വാതിനെ വിളിച്ചു. മോളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സ്വാതിയും വിളിച്ചങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോവാണ്. എന്നിട്ട് സേതു ചോദിച്ചു, അല്ല ഇയാള് നീ തമ്മിൽ എങ്ങനെയാ പരിചയം എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ സ്വാതി പറഞ്ഞു, അല്ല അത് പിന്നെ സേതു കേട്ടാ ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടിയതാന്ന് പറഞ്ഞു. കണ്ടുമുട്ടിയതോ? അതിനുശേഷം കാര്യങ്ങളൊക്കെ പറയണം. ഇത് കേട്ടിഞ്ഞപ്പോ സേതു ചോദിച്ചു, അല്ല എന്ത് വിശ്വാസത്തിന്റെ പുറത്താ നീ അവിടുന്ന് ഇവനോടൊപ്പം ബൈക്കിൽ ഇവിടം വരെ വന്നേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ സ്വാതി പറഞ്ഞു, എന്റെ സേതു കേട്ടാ ഇത് പണ്ടത്തെ കാലമൊന്നും അല്ല. എനിക്ക് ഇയാളെ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആളൊരു പാവാന്ന് പറഞ്ഞു. എന്ത് ജോലിയും ചെയ്യും. പിന്നെ നല്ല നല്ല ചില സ്വഭാവ ഗുണങ്ങളൊക്കെ ഇയാൾക്കുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതൊക്കെ ആൺപിള്ളേരുടെ സ്ഥിരം ഒരു നമ്പരാ. പെൺപിള്ളേരെ വല വീശി പിടിക്കാനായിട്ട് ഇത്തരക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇയാൾ അങ്ങനെയൊന്നും അല്ല സേതു കേട്ടാ. ആ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ സേതുവിനെന്തോ സ്വാതി പറഞ്ഞും കൂടി വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അഖിലാണെങ്കിലോ പെട്ടെന്ന് തന്നെ പൂർണിമ അവരെയൊക്കെ ഇങ്ങനെ സംസാരിച്ച് കയ്യിലെടുക്കുന്നുണ്ട്. അഖില് അത്ര നല്ല ആള് നല്ല ഇതായിരുന്നു. കാരണം ബാക്കിയുള്ളവരെല്ലാം കയ്യിലെടുക്കാനായിട്ട് ഒരു പ്രത്യേക കഴിവ് വാക്ചാതുര്യമൊക്കെ അയാൾക്ക് ഉണ്ടായിരുന്നതാനും. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പല സത്യങ്ങളും ഇവരുടെ നാവിൽ നിന്ന് അറിയണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത്. ആ സമയം രാജലക്ഷ്മിയുടെ അടുത്ത് എന്നിട്ട് പാറു ചോദിച്ചു, അല്ലമ്മേ ഋതു ചേച്ചിയുടെ കുഞ്ഞിനെ കാണാൻ പോകണ്ടെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രാജലക്ഷ്മി പറഞ്ഞു, പോണം, പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല അന്നൊരു കാര്യം ചെയ്യും, ഞാനും കൂടെ വരാന്ന് പറഞ്ഞു. ഇപ്പൊ രാജലക്ഷ്മി പറഞ്ഞു, വേണോ മോളെ, ഈ സമയത്ത് നീ യാത്ര ചെയ്യണോ, അതിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. അതും കൂടെ കേട്ടിഞ്ഞപ്പം ഭയങ്കര സങ്കടമായി പോയി പാറുവിന്. അപ്പോഴേക്കും വിശ്വം പറഞ്ഞു, സാരമില്ലമ്മേ, അവളും കൂടെ വരട്ടെ, അവളുടെ ആഗ്രഹമല്ലേ. കാരണം ഇനിയിപ്പോൾ അവളുടെ മനസ്സിനെയും കൂടെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല വിശ്വത്തിന്. പാവം ഇത്തിരി കഴിയുമ്പോഴത്തേനും തന്റെ കുഞ്ഞിന് അനക്കമില്ല, അല്ലെങ്കിൽ വളർച്ചയില്ല. അതുകൊണ്ട് ഇനി ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യേണ്ട വരുമെന്ന് അറിയുമ്പോൾ ആ മനസ്സിന് എത്രമാത്രം വേദന ഉണ്ടാവും. ഇപ്പോൾ അവള് സന്തോഷിക്കട്ടെ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു വിശ്വത്തിന് മനസ്സിലും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും
ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.